वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। ॐ गणपतये नमो नमः। श्री सिद्धिविनायक अष्टविनायक नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण नारायण देवी नारायण नारायणाय नमः 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 नारायण भजे नारायणं लक्ष्मी नारायणं भजे नारायणं लक्ष्मी नारायणं भजे नारायणं नारायणं भजे नारायणं लक्ष्मी नारायणं भजे नारायणं लक्ष्मी नारायणं भजे नारायणं भजे नारायणं लक्ष्मी नारायणं भजे नारायणं 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 भजे नारायणं लक्ष्मी नारायणं भजे नारायणं नारायणं भजे नारायणं लक्ष्मी नारायणं भजे नारायणं 15 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നത്. ഇത് പോരാ, നമ്മൾ കുറച്ചും കൂടി ഏജ്ഡായ എല്ലാവരും ഒന്ന് പങ്കെടുക്കണം. എന്നാലേ നമുക്കിത് മുന്നോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്കത് അറിയാൻ കഴിയുള്ളൂ. പുറത്തുനിന്ന് ലേശം കൂടിയൊക്കെ ഉള്ള ആൾക്കാരെ കൊടുത്ത് ക്ലാസ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറെ മാറ്റങ്ങൾ ഇപ്പോഴേ നമുക്ക് കാര്യമായിട്ടുള്ള ഒന്നും അറിയില്ല എന്നുള്ള മട്ടിലാണ്. നമുക്ക് അറിഞ്ഞാലേ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. കുട്ടികൾ ചെയ്യട്ടെ, കുട്ടികളെ അറിയട്ടെ എന്ന് വിചാരിച്ചു വിട്ടിട്ട് കാര്യമില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ബാക്കിലാണ്. ഓരോ സ്ഥലങ്ങളിൽ ഓരോ മാറ്റങ്ങൾ സംഭവിക്കും, ഓരോ മാറ്റങ്ങൾ വന്നു, ഓരോ കുടുംബത്തിന്റെ അതിൻ്റെതായ മാറ്റങ്ങൾ ചെയ്യാൻ കഴിയും.
ഇപ്പൊ നമ്മളെ ഒരു മുമ്പത്തെ തലമുറ ആർക്കും ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് അത് വളരെ പോക്കായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ കുട്ടികൾക്ക് കുറച്ചറിയണം, ഇവർക്ക് അറിയണത് കൂടി ഇപ്പൊ ഉള്ള അമ്മമാർക്ക് അറിയില്ല എന്നുള്ള പറഞ്ഞ മാതിരിയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ നമ്മളിത് ചെയ്തിരിക്കണം. അപ്പൊ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുക, അതിൽ ലേശം ഏജിൽ ഒരു മണിക്കൂറൊക്കെ വരുന്നുള്ളൂ. അത് നമ്മൾ പുറത്തുനിന്നുള്ള മാഷന്മാരെ ഇങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരും കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ നമ്മളിപ്പോ ഒരു നാരായണീയ വായന നമ്മൾ പുറത്തുനിന്ന് ആളെ കൊടുത്തിട്ടൊക്കെയാണ് കാര്യമായിട്ട് നന്നായ രീതിയിൽ അത് വരുന്നത്. ഇവിടെ ഉള്ളവർക്ക് അതിന്റെ ഒരു ചിട്ട ശരിയായി വന്നിട്ടില്ല. ഇനി ആരും മോശം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ ഒരു ചിട്ടയ്ക്ക് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ഒരു വ്യത്യാസം കിട്ടും. അങ്ങനെ ഭാഗവതം, രാമായണം ഇതൊക്കെ നമുക്ക് വായിച്ച് മുന്നോട്ട് വരാനും ഇതിനെ പറ്റിയൊക്കെ അറിയാനും നമുക്ക് പുറത്തൊരു ഓരോരുത്തരും കൊടുന്ന് നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ ഒരു ചിട്ടയ്ക്ക് നമുക്ക് വരുത്താൻ കഴിയും. അപ്പൊ ഇതിലെല്ലാവരും പങ്കെടുക്കാൻ നോക്കുക. ഞായറാഴ്ച ദിവസം രക്ഷിതാക്കളും കൂടി പങ്കെടുക്കണം. പിന്നെ ഈ റിട്ടയർഡൊക്കെ ആയ വന്ന നമ്മളെ ഇവിടുത്തെ മാഷന്മാരില്ലേ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും ഇവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു ഇത് കൊടുക്കാനൊക്കെ ഉള്ളത് പഠിക്കുക, നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കഴിയും. അപ്പൊ അതൊരു പ്രത്യേകം നമ്മൾ വിടാൻ കഴിയാത്തൊരു കാര്യമാണ്. എല്ലാവരും പങ്കെടുക്കണം. ഹരേ കൃഷ്ണ. അതെന്തായാലും മറക്കണ്ട. അതെ.